ദൈവങ്ങൾക്കൊപ്പം സംഗീതത്തെയും കുടിയിരുത്തിയിട്ടുണ്ട് ദക്ഷിണാമൂർത്തി ഈ ക്ഷേത്രത്തിൽ. ഒരു പതിറ്റാണ്ടിന്റെ ബന്ധമേ സ്വാമിക്ക് ഈ ക്ഷേത്രവുമായി ഉള്ളുവെങ്കിലും അതിനു പക്ഷേ ഒരു പുരുഷായുസിന്റെ ആഴമുണ്ട്. 2000-ൽ തലശ്ശേരി തിരുവങ്ങാട് ക്ഷേത്രത്തിൽ ഒരു സംഗീത ആൽബത്തിന്റെ ഷൂട്ടിങ്ങിനായെത്തിയ സ്വാമി അവിടെ വച്ചാണ് മക്രേരി ആഞ്ജനേയ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടറിഞ്ഞത്. അങ്ങനെ ഒരു നിയോഗം പോലെ സ്വാമി ഇവിടെയെത്തി. ആഞ്ജനേയനു മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോൾ സ്വാമിക്ക് സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ദർശനമുണ്ടായത്രേ. അങ്ങനെയാണ് 2001 മുതൽ സ്വാമി അഖണ്ഡ സംഗീത ആരാധന ആരംഭിച്ചത്. ഒരു രാവും ഒരു പകലും നീണ്ടു നിൽക്കുന്ന ത്യാഗരാജ സ്തുതികൾ കൊണ്ട് ആ സമയത്ത് ഇവിടം ധന്യമാവും. സ്വാമിയുടെ വിയോഗം വലിയൊരു ശൂന്യതയാണ് ഈ അമ്പലത്തിനും നാടിനും നൽകിയത്. ഒരു വല്ലാത്തൊരു ശൂന്യത തന്നെയാണ്. നമ്മളെ സ്വന്തം ഒരാൾ നഷ്ടപ്പെട്ട ആ ശൂന്യത തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. 2006-ലെ സംഗീതാർച്ചനയ്ക്ക് മുമ്പായി സ്വന്തം ചെലവിൽ സ്വാമി ഇവിടെ ഒരു സരസ്വതി മണ്ഡപം പണിതു. തനിക്ക് ലഭിച്ച ദേശീയ പുരസ്കാരങ്ങളടക്കം 70ഓളം പുരസ്കാരങ്ങളും ഒപ്പം ഇഷ്ടദേവനായ വൈക്കത്തപ്പനെയും സ്വാമി ഇവിടെ പ്രതിഷ്ഠിച്ചു. എല്ലാ വർഷവും വിജയദശമി ദിവസം സ്വാമി ഇവിടെ എത്താറുണ്ടായിരുന്നു. 600ഓളം കുട്ടികളാണ് ഓരോ കൊല്ലവും ഇവിടെ സ്വാമിയിൽ നിന്നും ഹരിശ്രീ കുറിച്ചിരുന്നത്. സംഗീതത്തിന്റെ നിത്യോപാസകനായിരുന്ന ദക്ഷിണാമൂർത്തി സ്വാമികളുടെ ഓർമ്മകളിലാവും ഇനി ഈ ക്ഷേത്രം നിലനിൽക്കുക. മീഡിയ 1 കണ്ണൂർ.